പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. കർത്താവെ, ഉറ്റവരും ഉടയവരും വഴക്കിട്ട് മാറിയതിൻ്റെ പേരിൽ വെറുമ അനുഭവിക്കുന്നവരെ, ഉറ്റവർ പിരിഞ്ഞുപോയതിൻ്റെ പേരിൽ സങ്കടം സഹിക്കാനാവാതെ മനസ്സ് തേങ്ങി നടക്കുന്നവരെ, അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ നീ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ, എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണമ്മ. അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിൻ്റെ മേല് ദൈവത്തിൻ്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിദ്യാർത്ഥികളെ അച്ഛനീശയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ PhD തീസിനെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു. എഴുതാൻ കഴിയാത്തവർ, എഴുത്തിടക്ക് നിന്നുപോയവർ, മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എൻ്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത്, മുന്നോട്ട് പോകാൻ പറയാൻ കാര്യം കർത്താവാണ് നമുക്ക് ആഹാരം തരണത്, അല്ലാതെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല.
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയകരമണിയിച്ച ഒരു ശ്രീരത്നത്തെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ. ആ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. നീ ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. പിതാവേ, ഭൂമി ജനങ്ങളെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ഇടയ്ക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും, എല്ലാ പദ്ധതികളും, എല്ലാ ജോലികളും, എല്ലാ പഠനങ്ങളും, എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 5:9. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോഴേ അവിടെ എന്താ വചനം? എന്നെ പ്രതി സമാധാനം സ്ഥാപിച്ചതിൻ്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേഗമായ എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാകണത് ആ സമാധാനം ക്രിസ്തുവിന് നാമം സ്ഥാപിക്കണം. അല്ലാതെ ഒരു വീട്ടില് വഴക്കുണ്ടായി എന്തുമാത്രം ഇപ്പൊ നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ, എന്തുമാത്രം കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത്. എന്നിട്ട് അവരുടെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ജയിക്കുകയും അതിനടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സാണ്. അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശോ പറയണത്. അവിടെ എല്ലാം ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ വചനം നടപ്പിലാകുന്നതിൻ്റെ പേരിൽ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും പറഞ്ഞത്? ഒരു സമാധാനമേ ഉള്ളൂ. ആരാണത്? ക്രിസ്തുവാണ് സമാധാനം. ക്രിസ്തുവാണ് സമാധാനം. സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയാണ്. നാഥനും രക്ഷകനുമായിട്ട്, കർത്താവ് നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക. അതിനാ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്. അല്ലാതെ വഴക്ക് പറഞ്ഞ് തീർക്കണം മാത്രമല്ല, അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധന്മാരും തിരുനാളിൽ വെളുപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? എന്നെ പ്രതി. അതെല്ലാത്തിൻ്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു. എന്നെ പ്രതി. അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ. ലോകം മുഴുവനും ഉള്ളത് പകുതി മുക്കാലും വിദ്യാഭ്യാസമൊക്കെ നമ്മുടേതാണ്. പക്ഷെ ഇപ്പൊ എന്നെ ക്രിസ്തുവിനെ പ്രതി അല്ലത്. ആരാ ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നടക്കണ? അല്ല. എന്താ ഉറപ്പ്? പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെന്ന് നമുക്കത് നടത്തുന്നവർക്ക് തന്നെ അറിയാം. അതിന്റെ പേരിലൊരു അജപാലന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തിൽ ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട്. ഇല്ലെന്ന് ഇതൊക്കെ പറയാൻ പറ്റുമെന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സാക്ഷീകരിക്കുന്നതിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ്. ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ തോറ്റു കൊടുക്കും. ചില പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യണത്. എന്താണ്? അതൊരു സമാധാനം സ്ഥാപിക്കണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി. നിജമായി ആരോപിക്കുക മാത്രമല്ലേ, നമുക്ക് ധനനഷ്ടം ഉണ്ടാവും, ശരീരക്ലേശം ഉണ്ടാവും. പക്ഷെ എല്ലാം എന്തിനു വേണ്ടി ആയിരിക്കണം? ക്രിസ്തുവിനെ പ്രതി ആയിരിക്കണം. മക്കളെ, അച്ഛന് സുവിശേഷ ഭാഗ്യം ഉണ്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഓർത്തേക്കണം, എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത്. 16-ാം വയസ്സ് ഗർഭം ധരിച്ചത്. കിറിനസ് സീസറിൻ്റെ കാലത്ത് പേരെഴുതിക്കാൻ വേണ്ടി ഗർഭകാരം താങ്ങി 3 ദിവസം യാത്ര ചെയ്തത്. ആ ചോരക്കുഞ്ഞിനെ താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ്. ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. ഈജിപ്തിലെ തീപാറുന്ന വെയിലത്ത് 4 കാലം വീണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളയും കൂടി ആവശ്യപ്പെടാതെ പോകുമ്പോഴും ആ സംഘർഷ സമയത്തും
അവരുടെ ഉള്ളിലുള്ള സമാധാനം എന്തായിരുന്നു? ക്രിസ്തുവിനെ പ്രതി ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? എല്ലാ സഹനങ്ങളും ക്രിസ്തുവിനെ പ്രതിയാകാൻ, അതുവഴി സമാധാനം സ്ഥാപിക്കപ്പെടാൻ ദൈവം നിന്നെയും നിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ഡേവിസ്, ഇരിങ്ങാലക്കുട രൂപത, താണിശ്ശേരി ഡോളേഴ്സ് ഇടവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ മീന വർഗീസ്, ഞങ്ങൾ ട്വിൻ സിസ്റ്ററാണ്. ഞാൻ എൻ്റെ രോഗസൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്കൊരു 8 വർഷത്തോളം ശ്വാസതടസ്സവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ഉറക്കക്കുറവും ഉണ്ടായിരുന്നു. അപ്പോൾ HB കുറവാണെന്നാണ് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പറയുന്നത്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, കുറേ മരുന്നുകൾ കഴിച്ചു, ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഞാൻ സ്കൂളിലെ നഴ്സറി ടീച്ചറാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴെല്ലാം ഈ ശ്വാസതടസ്സം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെഞ്ചത്ത് ഒരു കല്ലെടുത്ത് വെച്ച പോലത്തെ അനുഭവമായിരുന്നു. ശ്വാസതടസ്സമായിട്ട് ഭയങ്കര അധികം പ്രയാസപ്പെട്ടിട്ടാണ് ജോലികൾ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ദൈവമേ, വീട്ടിലത്തെ ജോലിയും സ്കൂളിലത്തെ ജോലിയും എല്ലാം കൂടി മക്കളെ നോക്കണം, ഭർത്താവിനെ ഒക്കെ നോക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത്, മാതാവേ എനിക്ക് രോഗസൗഖ്യം തരണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്വിൻ സിസ്റ്റർ വഴിയാണ് ഇവിടെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ട്വിൻ സിസ്റ്ററും വർക്ക് ചെയ്യുന്നത് നഴ്സറി ടീച്ചറാണ്. ഞങ്ങൾ ട്വിൻസാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ട്വിൻസാണ് ഞങ്ങളുടെ ഹസ്ബൻഡ്സും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിൽ ഒരുപോലെ തന്നെ കയറി, അതെല്ലാം ദൈവം ഭംഗിയായി അനുഗ്രഹിച്ചു. അപ്പോൾ ട്വിൻ സിസ്റ്ററുടെ ഒരു ടീച്ചർ വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് രോഗസൗഖ്യം കിട്ടണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് വീട്ടിലത്തെ ജോലികളൊക്കെ നന്നായി ചെയ്യാനായിട്ടുള്ള ഒരു കൃപ തരണേ എന്ന് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ മാറാതെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റി, ദൈവം എന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അന്നാട്ടും എനിക്കൊരു കുറവുണ്ടായില്ല. അവസാനം ഞാൻ ഉടമ്പടി എടുത്ത്, ആദ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കത് പറ്റാതെ വരുമോ, എന്നും പള്ളിയിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റാതെ വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി. പിന്നെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഇങ്ങനെ ഒരു മെസ്സേജ് തന്നു എനിക്ക്. നീ ഉടമ്പടിയിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒരു 10 ദിവസം, അങ്ങനെ തന്നെ കൃത്യമായി എനിക്ക് എന്നെ നമ്പർ കിട്ടി, ഒരു 10 ദിവസം നീ അത് വെള്ളത്തിൽ ചാലിച്ച് കുടിക്കുക എന്ന് എനിക്കൊരു മെസ്സേജ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ അതുപോലെ ചെയ്ത് ആ 10 ദിവസം എത്തിയപ്പോൾ തന്നെ, അതായത് കുറേശ്ശെയായിട്ട് ഓരോ ദിവസമായിട്ട് ആ ഗ്യാസിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ ശ്വാസതടസ്സം അതെല്ലാം മാറി. അതുപോലെ തന്നെ അത് രണ്ടും മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്നാലും ഉറക്കം അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ ഉറക്കമില്ലാത്ത ആളുകളുടെ ആ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കമില്ലാത്തൊരവസ്ഥ. ഉറക്കമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉറക്കമില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ കൊന്ത എത്തിക്കും 3 മണിക്കോ 2 മണിക്കൊക്കെ എനിക്ക് ഞാൻ കൊന്ത എത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു, തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൽ പുരട്ടുക എന്നിങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൻ്റെ മിണ്ടയിൽ പുരട്ടി കിടന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയപ്പോൾ സുഖമായിട്ട് എനിക്ക് ഉറക്കം കിട്ടി. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല, ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഓരോ വ്യക്തികളുടെയും വേദന എനിക്ക് മനസ്സിലാക്കി തരികയാണ്. ശ്വാസമുട്ടുള്ളവരുടെ ശ്വാസതടസ്സം, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരുടെ വേദന, ഉറക്കമില്ലാത്തവരുടെ വേദന, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വേദനയെക്കുറിച്ച് മാതാവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ സാമ്പത്തിക തകർച്ചകളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. എല്ലാവർക്കും ഓരോരുത്തരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഈ ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഇത് തരുന്നത്. ഇത് വിചാരിച്ച് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെയിലും നല്ലോണം കുറവുകളുണ്ട്, ഞങ്ങളിൽ നല്ല കുറവുകളുണ്ട്. പക്ഷെ അതെല്ലാം മാതാവ് അത് നികത്തി ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ഉരുക്കി എടുക്കുകയാണ്. നല്ല മക്കളായി ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മക്കളായി സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ 2 പേരെയും ഒരുക്കി എടുക്കുന്നതിനോടത്തേക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ശ്വാസതടസ്സവും ഗ്യാസിൻ്റെ പ്രോബ്ലവും അതുപോലെ ഉറക്കക്കുറവൊക്കെ മാറിക്കിട്ടി. അപ്പോൾ HB കുറവായാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. HB കുറവായാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ HB എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നും കൂടി അതിനുള്ളൊരു മെസ്സേജ് മാതാവ് എന്നോട് നിങ്ങളൊക്കെ എല്ലാവരോടും പാസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് എനിക്ക് വയ്യാതെയായി. ഇപ്പോൾ ഏകദേശം ഒരു ഏജ് 50ൻ്റെ അടുത്ത് എത്തിയാണ് ഞങ്ങൾ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ തൈലവും ഉപ്പൊക്കെ ഇട്ട് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. മാതാവ് എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചു. പിന്നെ
മറ്റൊരു ഒന്ന് പറയാനുള്ളത്, ഒരു ദിവസം ഓണത്തിന് ശേഷം മാതാവ് എപ്പോഴും ഒക്ടോബർ 20 എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു തീയതി തരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇത് എന്താണ് ഈ ഒക്ടോബർ 20? അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ മോനെ സൗഖ്യം തരാനായിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മൂത്ത മകന് നട്ടെല്ലിന് വളവാണ്. അപ്പോൾ അവൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ അവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന്. പക്ഷേ അവൻ വന്നിട്ടില്ല. പക്ഷേ അവൻ്റെ സാക്ഷ്യം കിട്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ്റെ നട്ടെല്ല് നിവരാന്ന് പറഞ്ഞാൽ അവന് ഓപ്പറേഷൻ തന്നെ 20 ലക്ഷം വേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാതെ മാതാവ് മാറ്റി തരണേന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ മാതാവ് പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആദ്യം നമ്മൾ സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യും. നമുക്ക് ആ അസ്വസ്ഥത നമുക്ക് വീണ്ടും വരും. അപ്പോൾ അത് ആ അസ്വസ്ഥത വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടിയ സാക്ഷി ഇവിടെ വെളിപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി. അങ്ങനെ ആ ഒക്ടോബർ 20 എന്നുള്ള ഡേറ്റ് എനിക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേദിവസം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1 തൊട്ട് 100 വരെ മാതാവേ നാളത്തെ ദിവസം ഒക്ടോബർ 20 നാളെയാണല്ലോ, എന്താണോ ഇത്ര വലിയ അസ്വസ്ഥത എന്ന് വിചാരിച്ച് ഞാൻ കുറേ ഒരു 100 വരയ്ക്ക് മാതാവ് എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് 2 മണിക്ക് ആയിട്ടുണ്ടാവും കിടന്നുറങ്ങിയപ്പോൾ, 2-2:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ 20 ആണ് ഞാൻ സ്കൂട്ടറിൽ നിന്ന് റോട്ടിലേക്ക് തെറിച്ച് വീണത്. പക്ഷെ ഒരു പോറലോ ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ വലിയ ആപത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ കുറേയധികം സാക്ഷ്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ഇനിയുണ്ട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ വരാനായിട്ടും ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരാനായിട്ട് സാധിച്ചു. ഹസ്ബൻഡും ഒക്കെ വളരെ ക്ഷമയോടുകൂടി എന്നെ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞത് കേട്ടു. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു, മാതാവ് ആഗ്രഹം സാധിച്ചെന്നു. ഭർത്താവും മക്കളൊക്കെ കൂടി ഇവിടെ കൃപാസനത്തിൽ വരാനായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആത്മീയമായ വളർച്ച ഉണ്ടായി. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും മാതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി പറയാനുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വയസ്സായവരെ ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. പിന്നെ വഴിയിലൊക്കെ ഭിക്ഷയാചിരിക്കുന്നവർക്കൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അഥവാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ 2-3 ചെറുപ്പം കുട്ടികൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആയല്ലോ ചേച്ചിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഒരു കൃപ കിട്ടുള്ളൂ. അതിനൊക്കെയുള്ള ഒരു ശക്തിയും ആത്മീയമായിട്ട് ഉണർവ് പ്രത്യേകം കിട്ടും. ഞാൻ ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ദൈവമേ എന്നാൽ ഇവിടെ കയറി സാക്ഷ്യം പറയാൻ പറ്റുക എന്ന് ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം വന്നു സാക്ഷ്യം പറയാനായിട്ട്. അപ്പോഴൊക്കെ തിരിച്ചു പോയി. ഒന്നും കൂടി ആത്മീയമായിട്ട് ഉണർവ് വരട്ടെ, ഒന്നും കൂടി സാക്ഷ്യങ്ങളൊക്കെ വരട്ടെ, അങ്ങനെ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വിട്ടു. പക്ഷേ ഇന്നാണ് അതിനൊരു യോഗം വന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം സാക്ഷ്യം പറയാൻ ഇതുപോലെ ഒരു സമയം മാതാവ് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ആ സമയത്തിലേക്ക് എത്തണം. മാങ്ങ പഴുത്താലാണ് മാങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ഉരുക്കി വാർത്ത് നമ്മൾ ആത്മീയമായ ആ ചൈതന്യത്തിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഒരുക്കും. അതിനു വേണ്ടി മാതാവ് നമ്മളെ പാകപ്പെടുത്തുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കായിട്ട് നമുക്കിവിടെ ആത്മീയ ചൈതന്യത്തിൽ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിലും കൂടുതൽ എനിക്ക് പറയാനുണ്ട്. സമയ ചുരുക്കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ കുർബാനയ്ക്ക് ഡെയിലി പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡെയിലി പോകാൻ അത്രയ്ക്ക് അങ്ങനെ പറ്റാറില്ലെങ്കിലും ഒരുവിധം ഞാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പോകാറുണ്ട്. കുമ്പസാരം, അതുപോലെ തന്നെ ബൈബിൾ വായന, കൊന്ത ചൊല്ല്, ബൈബിള്, അതുപോലെ തന്നെ ഒരു ദിവസം മാതാവ് എനിക്ക് മെസ്സേജ് തന്നു, എല്ലാ ദിവസവും സ്റ്റാറ്റസിൽ ഒരു ബൈബിൾ വചനം സ്റ്റാറ്റസ് ഇടാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബൈബിൾ ബോക്സിൽ നിന്ന് ഒരു ബൈബിൾ വചനം എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇടും. അതിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇതിങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന മെസ്സേജാണ് അങ്ങനെ ഒരു വചനം സെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ സെൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊക്കെ അത് റീഡ് ചെയ്യാറുണ്ട്. ഭയങ്കര അധികം ഞങ്ങൾക്ക് ആത്മീയമായ ഒരു അനുഭൂതി കിട്ടാറുണ്ട് കേട്ടോ ടീച്ചറെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വളരെയധികം മാതാവ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൃപാസന പ്രസാദ് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ സിസ്റ്റേഴ്സും അച്ഛനും ജോസഫ് അച്ഛനും എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹവും എല്ലാവർക്കും സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ. ഇതിലും വലിയ സാക്ഷിയായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. കൃപാസന അമ്മ സ്വർഗത്തിൽ നിന്നും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയും അമ്മയും എന്നെ അനുവദിച്ചതിനെ ഓർത്ത് കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്ക് 1000 സ്വസ്ത്രം നന്ദി മഹത്വം. ഞാൻ ഇവിടെ
ഈ ഉടമ്പടിയുടെ കാര്യമൊന്നും എനിക്കാദ്യം അറിയില്ലായിരുന്നു. ഫസ്റ്റ് യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ ജോസഫച്ചൻ്റെ ടോക്കുകൾ ഞാനിങ്ങനെ കേൾക്കും. അതെനിക്ക് ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നി. ഞാൻ രാത്രിയിൽ ചിലപ്പോൾ 2 മണി 2:30 വരെയൊക്കെ ചിലപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത് കൊണ്ട് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഉടമ്പടി എന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ലിജി ടീച്ചർ, ആ ടീച്ചർ വഴിയാണ് ഇങ്ങനെ ഈ ഉടമ്പടിയുടെ കാര്യം അറിയുന്നത്. അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് ഞാനും ടീച്ചറും കൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്ന ഈ പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു 12/11/2022. ഉടമ്പടിയിലെ ഫസ്റ്റത്തെ നിയോഗം അത് സാധ്യമാക്കിക്കൊണ്ട് എന്നെ ഇവിടെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവം വരുത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം കാണപ്പെടാത്തത് ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും അതാണല്ലോ വിശ്വാസം. എനിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇവിടെ ഞാനിങ്ങനെ ഫസ്റ്റത്തെ നിയോഗം വിശ്വാസം രക്ഷപ്രാപിക്കണമെന്നുള്ളൊരു നിയോഗവുമായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആദ്യം മടിച്ചതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം വിട്ടു കൊടുക്കുന്നില്ല ആർക്കും. ഇവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നീ അപ്പുറത്ത് പോയി മണ്ണ് അതെടുത്ത് കൊണ്ടുപോവാ. അങ്ങനെ അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഹസ്ബൻഡും കൂടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് വേഗം അച്ഛനെ കാണണം, പ്രാർത്ഥിക്കണം, ഇതാണ് എൻ്റെ തിരക്ക്. അപ്പോൾ ഉടമ്പടി എടുത്ത് വരുമ്പോഴേക്കും 90 ദിവസം ആവണ്ടേ. അപ്പം അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു ഹസ്ബൻഡിനെയും കൂട്ടി വരാനായിട്ട് ആ ഓഫീസിലുള്ള ബ്രദർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ആഴ്ച ഈ മണ്ണ് കൊണ്ടിട്ടപ്പോൾ പിറ്റേ ആഴ്ച തന്നെ ഹസ്ബൻഡ് ലീവ് എടുത്ത് വരികയും ഇവിടെ ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡൊക്കെ വളരെ നല്ല ഒരു മനുഷ്യനാണ്, നന്നായിട്ട് സ്നേഹമുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അവരെ വരുത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചത്. പിന്നെ ഉടമ്പടി ഉപ്പ് അത് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൾക്ക് BBAക്ക് നല്ല മാർക്ക് കിട്ടി. ഞാൻ വിശ്വാസത്തിനെ കുറിച്ച് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എനിക്ക് നല്ല നല്ല വചനങ്ങളാണ് നൽകുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:20. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ആ ഒരു വചനം എനിക്ക് പകർന്നു തന്നു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്നായി ചൊല്ലിയിട്ട് വേണം സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ എന്നാണ് കരുതിയിരുന്നത്. ഞങ്ങൾ 2 പേരും പറഞ്ഞല്ലോ ട്വിൻസാണെന്ന്. അപ്പോൾ ഞാൻ വരുമ്പോൾ നമ്മളിങ്ങനെ കല്യാണച്ചക്കനും പെണ്ണും കയറുമല്ലോ, ആ സ്റ്റെപ്പ് കയറുന്ന നേരത്ത് സ്വർഗസ്നായി നന്മ നിറഞ്ഞ് പറയാൻ വേണ്ടി എൻ്റെ നാവ് ഉയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നതിൽ മൂത്ത മോനെ ദൈവം വിളിച്ചു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പക്ഷെ അവൻ ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഒരു സൗമ്യ എന്ന് പറഞ്ഞ വ്യക്തി സാക്ഷ്യം പറയുകയുണ്ടായി, മകള് മരിച്ചു പോയിട്ട്, അത് മാതാവിൻ്റെ മടിയിൽ മകളുള്ളത്. അതുപോലെ തന്നെ എനിക്കും അമ്മയുടെ മടിയിലാണ് എൻ്റെ മകൻ എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈ ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ശക്തി എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ശക്തിയിൽ നിന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു, എനിക്ക് ആനന്ദം വന്നു. ശരിക്കും എൻ്റെ ഉള്ളിൽ ആനന്ദം വന്നു. മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ നിരന്തരം എന്നും 5:30 പ്രയറിൽ ജോസഫച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥിക്കും, അത് പുരട്ടി പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ വളരെ വലിയ ശക്തിയാണ്. ഒരു ദിവസം എൻ്റെ സിസ്റ്റർ ജീന പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല മണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് എനിക്കത് അനുഭവപ്പെടാഞ്ഞത്? അപ്പോൾ മാതാവ് പറഞ്ഞു, നീയും ഇതുപോലെ വചനം ഇടും, സ്റ്റാറ്റസ് ഇടും, അപ്പോൾ എനിക്കും സ്വർഗീയ അനുഭൂതി ഉണ്ടാകും. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്, മാതാവിൻ്റെ സാന്നിധ്യം നിനക്കും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി. സ്റ്റാറ്റസിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലെ നല്ല പോലെ വചനങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നു. ഇതൊന്നും ഞങ്ങളുടെ ഒരു കഴിവുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിന് ഞങ്ങളിലൂടെ വലിയ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതിലേക്കാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഞാനിവിടെ നിങ്ങളെപ്പോലെ ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഞാനിരിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് ശരിക്കും കോൺസെൻട്രേഷനിൽ കേൾക്കില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ നിയോഗം വേഗം സാധിക്കണം. ആ ഒരു ശ്രദ്ധയിൽ ഈശോയുടെയും മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എൻ്റെ നിയോഗങ്ങൾ പറയുകയിലായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്,
ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സാക്ഷ്യം ശരിക്ക് ഉണർവോടിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുകയും സാധിപ്പിച്ചു തരികയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. ആ ദർശനത്തിന് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവ് അതിന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം മാതാവിൻ്റെ കൊന്തമാസം ശരിക്കും പെട്രോൾ ഇത് കരിഞ്ഞു പോകേണ്ടതായിരുന്നു. അത് സാക്ഷിയോട് പറയാൻ എന്നുള്ള പോലെ പറഞ്ഞത്. പക്ഷേ എനിക്ക് അമ്മ എന്നെ രക്ഷിച്ചതാണ്. കരിഞ്ഞു പോകേണ്ടതായിരുന്നു. ഞാൻ കൊന്തച്ചൊല്ലി മാതാവിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പിൽ ചോറ് വയ്ക്കാനായി തീപ്പൊട്ടിയ കാര്യം മറന്നുപോയി. പെട്ടെന്ന് എൻ്റെ വായിൽ തന്നെ അങ്ങനെ പറയുകയാണ്, വയറ് നിറയെ പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് ഞാൻ വയറാ, അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ തീ പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ അതിലേക്ക് ചെറിയൊരു കൊള്ളി കത്തിച്ചിടുകയും എൻ്റെ കയ്യിലെ കുപ്പിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു, അതിലേക്ക് തീ ആഞ്ഞു കയറി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ആ കുപ്പി താഴെ വീണമെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ല. പക്ഷേ അമ്മ ആ പെട്രോളിൻ്റെ ഉള്ളിലേക്ക് തീ കടന്നു പോയിട്ട് പോലും എനിക്ക് ഒരു തരി പോലും എന്നെ പൊള്ളൽ ഏൽപ്പിച്ചില്ല. അത് എത്രയും വേഗം പുറത്തേക്കിടാനായിട്ടുള്ള പ്രചോദനം നൽകുകയും ഞാനത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ 2 വീലറിൽ നിന്ന് എത്ര പ്രാവശ്യം അപകടപ്പെടേണ്ടതായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മയും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചതാണ്. ഇപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വലിയ സാക്ഷ്യവുമായി വരുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടും ഇതുവരെ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ സ്വസ്ത്രം, ദൈവമേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്വസ്ത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് സ്തുതി, നന്ദി, മഹത്വം. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അധരങ്ങൾ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. സങ്കീർത്തനം 16:7. ദൈവമാണ് നമുക്ക് മാർഗനിർദ്ദേശനം നൽകുന്നത്. ജീവിതത്തിലെ രാത്രികളിൽ, നിശബ്ദമായ സമയങ്ങളിൽ, ആശങ്കകളും ഉത്കണ്ഠകളും നിറയുന്ന സമയങ്ങളിലും ദൈവത്തിൻ്റെ ഒരനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ഒരു സാമീപ്യം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ്. ജെയിൻ ഡേവിസും മീന വർഗീസും നമ്മളോട് ഷെയർ ചെയ്ത ഈ വലിയൊരു സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈശോയുടെയും അമ്മയുടെയും ആഴത്തിലുള്ള ഒരു സ്നേഹവും സംരക്ഷണവുമാണ്. ഈ മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ്, പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൾക്ക് നല്ലൊരു രോഗശാന്തി ലഭിച്ചത്. ശ്വാസതടസ്സത്തിൽ നിന്നും പിന്നെ ഉറക്കമില്ലായ്മയിൽ നിന്നും എല്ലാം ഒരു ശാരീരികമായിട്ടുള്ള ഒരു വലിയ ഒരു സൗഖ്യമാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കൊടുത്തത്. പിന്നെ ഈ മക്കൾ പറഞ്ഞത്, കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ മണ്ണ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും ഈശോയിലേക്കും അമ്മയിലേക്കും വരാൻ ഒരാഗ്രഹം തോന്നുകയും അവരെ ഇങ്ങോട്ട് നയിക്കുകയും ചെയ്തത്. എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുന്ന ഓരോ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് തരുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കൾക്ക് ലഭിക്കുന്നത്. മീന വർഗീസ് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മകൻ നഷ്ടപ്പെട്ട ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇവിടെയുള്ളൊരു യൂട്യൂബ് കേട്ടപ്പോൾ മകൻ ഉറങ്ങുവാന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരികയും ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്തപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിലും ഒരു പുത്തൻ വിശ്വാസം, പുത്തൻ വഴി, ഒരു പുത്തൻ ജീവിത രീതി തന്നെ ഈ മകളുടെ ജീവിതത്തിൽ വന്നത്. പിന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സാന്നിധ്യവും മനസ്സിലാക്കാനായിട്ടുള്ള സുഗന്ധാഭിഷേകം ഇവർക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കും വിശ്വസിക്കാം, നമ്മുടെ ദൈവം, നമ്മുടെ അമ്മ നമുക്കും വഴി കാട്ടി നമ്മുടെ മുൻപേ പോകുന്നുണ്ട്. ഓരോ നിമിഷവും ഓരോ സമയവും നമ്മൾ ഓരോ പ്രാവശ്യം അമ്മയുടെ അടുത്ത് വരുമ്പോഴും അമ്മ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും എടുത്ത് പരിശുദ്ധ കുമാരൻ്റെ അരികിലേക്ക്, മകൻ്റെ അരികിലേക്ക് എല്ലാം കൊടുക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ ഉപദേശം കേട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ ഒറ്റപ്പെട്ട സമയങ്ങളിലും നേരായ വഴിയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും, ഈശോയുടെയും അമ്മയുടെയും കൂടെ. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ കർത്താവിനെ വാഴ്ത്തി രാത്രിയിലും നമ്മുടെ അന്തരംഗങ്ങളിൽ
ഈശോയുടെ ശബ്ദവും അമ്മയുടെ സംരക്ഷണവും നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീന ഡേവിസിനും മീന വർഗീസിൻ്റെയും കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈശോയുടെയും അമ്മയും കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ കൃപ ലഭിച്ചതിന് കോടാനുകോടി നന്ദി അമ്മയോടും തിരുക്കുമാരനോടും അറിയുന്നു. എൻ്റെ പേര് അനാമിക. ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 8-ാം തീയതി 2024 എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ അന്ന് വരുന്നത് 2019 മെയ് 3-ാം തീയതിയാണ്. ഞങ്ങൾ കൃപാസനത്തെ പറ്റിയിട്ട് അറിയുന്നത് യൂട്യൂബിലൂടെയാണ്. ഞാനന്ന് 10th പഠിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ശക്തമായിട്ട് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ബാർത്തോലിൻ സിസ്റ്റം എന്നുള്ള രോഗവും പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പുറം വേദനയും ശ്വാസം മുട്ടലുമായിരുന്നു. അങ്ങനെയായിരുന്നു യൂട്യൂബിലൂടെ കുറേ അച്ഛന്മാരുടെ ടോക്കുകളും കാര്യങ്ങളും കേൾക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ വീഡിയോസ്, സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഫീഡിൽ വരുമായിരുന്നു. അങ്ങനെ കൃപാസനം സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കൂടി എൻ്റെ പുറം വേദന നല്ല രീതിയിൽ കുറഞ്ഞു, എൻ്റെ ശ്വാസം മുട്ടലും കുറഞ്ഞു തുടങ്ങി. അപ്പം കൃപാസനത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. അതിനു മുന്നേ പത്രങ്ങളും കാര്യങ്ങളും കിട്ടുമായിരുന്നു, വായിക്കുമായിരുന്നു. എന്നിട്ട് വായിച്ചിട്ട് മാറ്റി വെക്കും. എന്നാൽ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എവിടെയാണെന്നോ ഒന്നും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം എനിക്ക് ഈ ശ്വാസം മുട്ടലും പുറംവേദനയും കൂടിയ സമയത്താണ് ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഉടമ്പടി എടുത്ത് പിന്നീട് എനിക്ക് പുറംവേദന ഉണ്ടായിട്ടില്ല. ആ സമയത്ത് എനിക്ക് ബാർത്തോലിൻ സിസ്റ്റ് എന്നുള്ളൊരു രോഗം ഉണ്ടായിരുന്നു. നമ്മുടെ വജൈനൽ ഏരിയയിൽ ബാർത്തോലിൻ ഗ്ലാൻഡിന് ഇൻഫെക്ഷനായിട്ട് സിസ്റ്റ് ഫോം ചെയ്യും. ഭയങ്കര വേദനയാണ്. വന്നു കഴിഞ്ഞൊരു 3-4 ദിവസം നമുക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്തത്ര വേദനയാണ്. അപ്പം ഒരു 2-3 വട്ടം സർജിക്കലി ഇത് റൂൾ ഔട്ട് ചെയ്തു. അപ്പം റെക്കറിങ് ആയിട്ട് വരുന്നതുകൊണ്ട് കുറേ ഡോക്ടേഴ്സിനെ മാറി കാണിച്ച ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് ഇത് സർജറി ചെയ്ത് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാതെ ഈ ഒരു അസുഖം ഒരിക്കലും മാറില്ലെന്നാണ്. എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എനിക്കിതുവരെ അത് വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് അമ്മയുടെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ MBBS അഡ്മിഷനായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണമെന്നുള്ളത്. അങ്ങനെ അന്നോട്ട് പിന്നീടുള്ള നിയോഗം എൻ്റെ MBBS അഡ്മിഷനായിരുന്നു. ഞാൻ +2 കഴിഞ്ഞു. നീറ്റ് ക്രാഷിന് ജോയിൻ ചെയ്തു. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. സാധാരണ 1.5 മാസമൊക്കെ ഉള്ള ക്രാഷ് ഏകദേശം 6 മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ എക്സാം എഴുതി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ആ ടൈമിൽ തന്നെ ഞാൻ ജസ്റ്റ് കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിങ്ങിന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. മെറിറ്റിൽ ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള സ്കോർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ LBSനും ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള സ്കോർ എനിക്കുണ്ടായിരുന്നു നഴ്സിങ്ങിന് വേണ്ടിയിട്ട്. അതിൻ്റെ അലോട്ട്മെൻറ്റും വന്നതാണ്. ലാസ്റ്റ് എനിക്ക് താല്പര്യമില്ലാതെ 1 വർഷം കളയാൻ എനിക്ക് റിപ്പീറ്റിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നഴ്സിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അലോട്ട്മെൻറ്റും വന്നു. പൈസ അടയ്ക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി എൻട്രൻസിന് റിപ്പീറ്റിന് ജോയിൻ ചെയ്തു. ആ ടൈം കോവിഡ് ടൈം ആയതുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ എക്സാമിൻ്റെ ടൈമായി. ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അന്ന് അച്ഛൻ എന്തെങ്കിലും മെസ്സേജ് തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ആദ്യം അച്ഛനൊന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ചു പോയി. അച്ഛൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വന്ന് സാക്ഷ്യം പറയണം, അൾത്താരയിൽ സാക്ഷ്യം പറയണം, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല. ആ വർഷം ഞാൻ വേറെ ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെയുള്ളൊരു ഓപ്ഷൻ ഡിഗ്രി മാത്രമായിരുന്നു. ഡിഗ്രി കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം തന്നെ അലോട്ട്മെൻറ്റ് വന്നു. BSc ഫിസിക്സിന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ആ ടൈമിൽ MBBS അഡ്മിഷന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 12 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു ഇട്ട് പ്രാർത്ഥിച്ചിരുന്നത്. ആ സെപ്റ്റംബർ 12 ഞാൻ ഡിഗ്രി BSc ഫിസിക്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്ത ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മാതാവിൻ്റെ നിയോഗം എന്നാൽ ഇതായിരിക്കും. എന്നാലും ഞാൻ നീറ്റിന് എല്ലാ അലോട്ട്മെൻറ്റിനും കൊടുത്തിരുന്നു. അങ്ങനെ പിന്നീട് കിട്ടിയില്ല. പിന്നെ പുറത്ത് പോയി PG ചെയ്യാം, ഇപ്പം ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴായിരുന്നു ഞാൻ ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത്. അങ്ങനെ ഞാൻ ഡിഗ്രി എന്തായാലും പഠിക്കാം, കൂടെ ജർമ്മൻ ലാംഗ്വേജും പഠിക്കാമെന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് കയറാറായപ്പോഴത്തേക്കും ഞാൻ ഓൺലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. കൂടെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് ഇയർ. വളരെ പെട്ടെന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് എല്ലാം പഠിച്ചെടുത്തു. എല്ലാവർക്കും അറിയാം വളരെ പാടുള്ളൊരു ലാംഗ്വേജാണ്. എന്നാൽ പോലും മാതാവിൻ്റെ കൃപയാൽ പെട്ടെന്ന് പഠിച്ചു. പെട്ടെന്ന് തന്നെ എക്സാം എഴുതി. മാതാവിൻ്റെ കൃപയാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് മൊഡ്യൂൾസൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. എക്സാമിന് പോകുമ്പോഴും എല്ലാം മാതാവിൻ്റെ ഓരോരോ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു.
ക്ലാസ്സിൽ എക്സാമിന് വരുന്ന ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഡ്രസ്സ് നമുക്ക് കൂടുതൽ ഇൻവിജിലേറ്റേഴ്സ് കാണും, ബ്ലൂ, ഗ്രീൻ കളർ. എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയ പാർട്ട്ണറിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ആഷ് കളർ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് കയറിയിരുന്നത്. സ്പീക്കിങ്ങിന് മുന്നേ തൈലം നാവിൽ പുരട്ടുകയും അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതേണ്ട സെൻറ്ററിൻ്റെ വെളിയിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും എല്ലാം നമ്മുടെ പരിശുദ്ധ ഉപ്പ് വിതറിയിട്ടുമാണ് ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിലേ വന്നു. എന്നിരുന്നാലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്തി തന്നാൽ ചിലപ്പം എനിക്ക് മാതാവിനോടുള്ള ബന്ധം കുറച്ച് അകന്നു പോകും, അതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഡിലേ തരുന്നതെന്ന് ആലോചിച്ചു. ചില കാര്യങ്ങൾ മാതാവ് എനിക്ക് പെട്ടെന്ന് നടത്തി തരും, ചിലത് പതുക്കെ ആയിരുന്നു. അത് മാതാവിനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് VFS ഡേറ്റ് കിട്ടി. അവിടെ ചെന്നപ്പോഴും ഞാൻ ഇതേ കണക്ക് എനിക്ക് വിസ അടിച്ച് കിട്ടും, സക്സസ് ആയിട്ട് കിട്ടുന്നതിനൊരു അടയാളം മാതാവിനോട് ചോദിച്ചു. അവിടെ ചെന്നപ്പം ഇതെനിക്ക് ഡ്രസ്സിൻ്റെ കളർ, എനിക്ക് കിട്ടുന്ന ഓഫീസർ, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഓഫീസർ ഇതിലേതെങ്കിലും മാതാവായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കളർ ആയിരിക്കണം ഇടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പം അവിടുത്തെ ഓഫീസേഴ്സിനെല്ലാം യൂണിഫോം ആയിരുന്നു. പിങ്ക് കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻസും ആയിരുന്നു എല്ലാവർക്കും. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എണീക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ ഓഫീസർ ഇങ്ങനെ ജസ്റ്റ് കൈ പൊക്കി എൻ്റെ നേരെ കാണിക്കുക, ഇങ്ങനെ പൊക്കി. അപ്പം ഞാൻ കാണുന്നത് ആ സാറിൻ്റെ കയ്യിൽ സിൽവർ ഗ്രേ കളർ സ്ട്രാപ്പുള്ള വാച്ചും അതിൻ്റെ ഡയൽ ഗ്രീൻ കളർ, അതിനകത്ത് ഏകദേശം 1 മണി സമയമാണ് കാണിക്കുന്നത്. ഈ 1 മണി സമയത്ത് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് റിസീവ് ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞ് സാക്ഷ്യം പറയണമെന്നുള്ളത് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്ത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തു. അന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു, അൾത്താരയിൽ സാക്ഷ്യം പറയണമെന്നുള്ളത്. എനിക്ക് വിസ ഡിസ്പാച്ചായി, പാസ്പോർട്ട് ഡിസ്പാച്ചായി എന്നുള്ള മെസ്സേജ് കിട്ടുന്നത് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എനിക്ക് എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാനും അമ്മയും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാറ്, ആ ടൈമിലെല്ലാം മെഴുകുതിരിയിൽ പൂക്കൾ, മെഴുകിൻ്റെ രൂപത്തിൽ മാതാവ് ഇങ്ങനെ അടർന്നു വീണ്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പം റോഡിൽ ഒരപ്പം ഇങ്ങനെ ഭിക്ഷ യാചിക്കുമായിരുന്നു. അപ്പം എന്നോട് ചോദിക്കുന്നില്ല, അവിടെ നിൽക്കുന്ന ആളോടൊക്കെ ചോദിച്ചു. അപ്പം എനിക്കാണെങ്കിൽ ബസ്സിന് പോകേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ വേഗത്തിൽ നടന്നു പോകുമായിരുന്നു. അപ്പം ഞാൻ ആൾക്ക് കൊണ്ട് പൈസ കൊടുത്തിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് എൻ്റെ ബാഗ് തുറക്കുക. ഞാൻ ബസ്സിന് വേണ്ട പൈസ എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പം എനിക്ക് മുല്ലപ്പൂവാണ് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കണക്കിന് ഇടയ്ക്ക് സുഗന്ധാഭിഷേകം, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. കഴിഞ്ഞ 4 വർഷവും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത ആളാണ്. ഈ വർഷത്തെ ജപമാല റാലിയിൽ എന്നെ നിയോഗമായിരുന്നു ജർമ്മനിയിൽ പോകുന്നത്. എല്ലാം മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് 18 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസമുട്ട് മാതാവ് അകറ്റി തന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്കും അമ്മയ്ക്കും കൂടെ 5 കെട്ട് പത്രം കിട്ടും. ഞങ്ങൾ ഓരോ വീടുകൾ തോറും ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ എല്ലായിടവും കൊണ്ട് കൊടുക്കും. ഇപ്പം വീടുകൾ കൊണ്ട് കൊടുക്കുമ്പം ഇപ്പം ഈ ഒരു വട്ടം ഒരു ഏരിയയിലാണ് പോകുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകില്ല, അറിയാത്തവർ സ്ഥലത്തോട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. പിന്നെ മറ്റുള്ളവരോട് മാതാവിനെ പറ്റിയിട്ട് പറയും. ഡെയിലി വാട്സാപ്പിലും സ്റ്റാറ്റസ് ഷെയർ ചെയ്യും. ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കും. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ പാലിയേറ്റീവിലെ ഹോം കെയർ വോളണ്ടിയറായിട്ട് പോകും. ആഴ്ച 1-2 ദിവസം പോവും. ഒരു ദിവസം പോകുമ്പോൾ തന്നെ നമ്മളൊരു 5-6 രോഗികളെ കാണും. പിന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ബ്ലഡിന് ആവശ്യമായിട്ട് വിളിക്കുന്നവരെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കോളേജ് ടൈമിൽ തുടങ്ങിയതാണ് ഇതെല്ലാം. ഇപ്പോഴും മാതാവിന് വേണ്ടിയിട്ടും എല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അനാഥാലയം സന്ദർശിക്കും. പൈസ ചോദിച്ചു വരുന്നവർക്ക് ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ച് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് കൂടുതൽ അടുത്തു. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. മുമ്പും ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഈ ഡിസംബർ 9 ജർമ്മനിയിലോട്ട് പോകുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി. പുറപ്പാട് 34:10. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിന് മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. അനാമിക എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്.
ബർത്തോളിൻ സിസ്റ്റ് വന്ന മകൾ ഏറെ ക്ലേശമനുഭവിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നൃത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായ രോഗസൗഖ്യം മകൾക്ക് ലഭിച്ചതിനെയാണ് ആദ്യ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ നൃത്തവസ്തുവും ദൈവികമായ ഔഷധ വസ്തുക്കളായി നമുക്ക് മാറുന്നു. അത് വിശ്വസിച്ചുപയോഗിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് മകളുടെ ജർമ്മൻ ഭാഷാ പഠനവും അതോടൊപ്പം വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സും അമ്മ മാതാവ് ക്രമീകരിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ പരീക്ഷയും മകൾ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ മകൾ പറയുന്നുണ്ട്, തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് തൻ്റെ പഠന മേഖലയിലും വിജയപരാജയങ്ങളിലൂടെ മകളിങ്ങനെ കടന്നു പോയിരുന്നു. പക്ഷേ എപ്പോഴും മകൾക്കുള്ള വലിയ പ്രത്യാശ അത് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ അച്ഛൻ മകൾക്ക് കൊടുത്ത ഒരു വാക്കാണ്, നീ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയണമെന്ന്. അതൊരു പോസിറ്റീവ് വചനമാണത്. സാക്ഷ്യം പറയുക എന്ന അച്ഛൻ മകളോട് പറയുമ്പോൾ മകൾക്കറിയാം താൻ ഏതൊരു പരിശ്രമത്തിലാണോ വ്യാപരിച്ചിരിക്കുന്നത് ആ പരിശ്രമം ഫലമണിയിക്കുന്ന ദൈവിക പ്രവർത്തനം തൻ്റെ ജീവിതത്തിൽ താൻ കാണുമെന്ന്. മകളിന്ന് 2 തവണ ആവർത്തിച്ച് സൂചിപ്പിച്ചു. 4 വർഷത്തിന് ശേഷമാണ് അച്ഛൻ അന്ന് പറഞ്ഞ ആ സാക്ഷ്യം ഈ അൾത്താരയിൽ ഞാനിവിടെ പറയുന്നതെന്ന്. ആദ്യം അമ്മയുടെ ഉടമ്പടിയിലാണ് മകൾ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. മകൾ സ്വയം ഉടമ്പടി എടുത്ത് 4 തവണ പുതുക്കിയിട്ടുണ്ട്. ഉടമ്പടി ജീവിക്കുന്നവർക്ക് ഉള്ള പ്രത്യേകമായ ഒരു സന്ദേശം മകളുടെ വാക്കുകളിലുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഉടമ്പടി എടുക്കുന്നത് വളരെ വേഗം കാര്യം നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കാം. അല്പകാര്യങ്ങൾ നടക്കാതിരുന്നാൽ, വലിയ നിയോഗങ്ങൾക്ക് അല്പം താമസമുണ്ടായാൽ ദൈവം അത് ഉപേക്ഷിച്ചു എന്നതിനെക്കുറിച്ചല്ല, അങ്ങനെയല്ല കരുതേണ്ടത്. മറിച്ച് നമുക്ക് എത്രത്തോളം ചില കാലങ്ങൾ ഫലമില്ലാതായാലും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്നൊരു പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ചില കാലങ്ങൾ ഫലമില്ലാതായാലും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് നമുക്ക് വ്യത്യാസം വരുന്നുണ്ടോ? നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ ഒരു കാര്യം അല്പകാലം പരിശ്രമിച്ച് നേടാനാവുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോവുക, അത് വിശ്വാസമില്ലാത്തവരായി തീരുക, നമ്മൾ തന്നെ തിരികെ കുറ്റം പറയുന്നവരായി മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഉടമ്പടി നിങ്ങളുടെ ആത്മാവിനെ സ്വാധീനിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ അളവുകോലായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയില്ല എന്നതിനെക്കുറിച്ചല്ല, എൻ്റെ ദൈവത്തോടൊപ്പം എൻ്റെ ഈശോയോടൊപ്പം സന്തോഷത്തോടെ പുതിയൊരു ജീവിതം നയിക്കുവാൻ ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതത്തിൽ നിന്നും ഉടമ്പടിക്ക് ശേഷം ഗുണകരമായ മനുഷ്യന് നന്മയുള്ള ദൈവത്തിന് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിച്ചു എന്നതിനെ പ്രതി നമ്മൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അവൻ ഫലമണിയിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത വിഷയത്തിന്മേൽ തീരുമാനം നൽകുമെന്ന പ്രത്യാശയോടുകൂടി ഉടമ്പടി ഉഴപ്പാതെ ഉടമ്പടി ജീവിതം ദൈവസ്നേഹത്തോടുകൂടി നയിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പറയുന്നത്. ഞാൻ ഈ 4 വർഷം കഴിഞ്ഞ് ഈ അൾത്താരയിൽ എൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അമ്മയോടൊപ്പം ഞാൻ ഉടമ്പടിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു. ഓരോ തവണയും സമയം ഇങ്ങനെ മാറിപ്പോകുമ്പോഴും എനിക്കറിയാം എൻ്റെ സമയം എത്തിയിട്ടില്ല. എൻ്റെ സമയം എത്തുമ്പോൾ അല്പം പോലും വൈകാതെ എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. ഇത് പറയുന്നത് ഒരു അക്രൈസ്തവ മകളാണ്. ഒരു അക്രൈസ്തവ മകളാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ 4 വർഷം തുടർച്ചയായി നിന്നുകൊണ്ട് ദൈവസ്നേഹത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഞാൻ എൻ്റെ അമ്മ മാതാവിലും എൻ്റെ ഈശോയിലും ഉറച്ചു വിശ്വസിച്ചു. അമ്മ മാതാവും ഈശോയും എൻ്റെ ജീവിത വിഷയം ഏറ്റെടുത്ത് സഹായിച്ചുവെന്ന്. മകൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അമ്മയുടെ എന്തെങ്കിലും ഒരു തെളിവ് എനിക്കവിടെ അമ്മ കൂടെയുണ്ട്, അമ്മ സഹായിക്കുമെന്നതിന് എനിക്ക് തരുമോ? അതൊരു നിഷ്കളങ്കമായ മകളുടെ സ്വാതന്ത്ര്യത്തിലുള്ളൊരു ആഗ്രഹമാണ്. അത് അവൾ ചെന്ന് നോക്കുന്നത് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് പോലെ നീല ഉടുപ്പുണ്ടോ, സിൽവർ ഗ്രേ നിറം ഭിത്തിക്ക് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം വലുതായി അവിടെ കാണുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും അവൾ നോക്കിയിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല. അമ്മയുടേതായ ഒരു നിറവും കാണാതിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കാണുന്ന ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും എനിക്കെൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റി. അതാണ് അവൾ പറയുന്നത്. ആ ഇൻവിജിലേറ്റർ കയ്യൊന്നുയർത്തിയപ്പോൾ കയ്യിൽ കിടക്കുന്ന വാച്ച് കണ്ടു. അതിൻ്റെ സ്ട്രാഫ് അത് സിൽവർ ഗ്രേ ആയിരുന്നു. ആ സിൽവർ ഗ്രേയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും ആ ഇൻ്റർവ്യൂ എനിക്ക് അനുഗ്രഹമാകുവാനും ഡിസംബർ 9 ജർമ്മനിയിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ക്രമീകരിച്ചു തന്നുവെന്ന
പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. ഉടമ്പടിയിൽ വയ്ക്കുന്ന നിയോഗങ്ങൾക്കൊപ്പം അമ്മ മാതാവ് സഞ്ചരിക്കുമെന്നതും ഉറപ്പാണ്. മകളുടെ എന്തുകൊണ്ട് 4 വർഷം എത്തി എന്നതിനും മകൾ പറയുന്ന 1-2 കാരണമുണ്ട്. ആദ്യം അവൾ MBBS വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അതിൻ്റെ പുറകെ അല്പകാലം പോയി, അത് ഇടയ്ക്ക് ഉപേക്ഷിച്ചിരിക്കുന്നുണ്ട്. നഴ്സിങ്ങിന് വേണ്ടി മകൾ മുന്നോട്ട് പോയി, അത് പൂർണ്ണമാകുന്നില്ല എന്ന് മകൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഭാഷ പഠിച്ച് ജർമ്മനിയിലേക്ക് എത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. സമയം പാഴാവുകയല്ല, സമയം കൂടുതൽ ഫലവത്താക്കിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ ആത്മീയമായി ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നേടുവാൻ പറ്റുന്ന വിധത്തിൽ ഒരു ആത്മാവിനെ അവളുടെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് അമ്മ മാതാവ് ഈ സാക്ഷ്യം പറയുവാനായി ഈ അൾത്താരയിലേക്ക് മകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് 1, 2, 3 തവണ ഉടമ്പടി പുതുക്കി ഒരു നിയോഗം സാധിച്ചില്ലെങ്കിൽ സങ്കടപ്പെടരുത്. നിങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്തിട്ടുണ്ടോ? അമ്മയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ നിയോഗം ഫലമണിയുന്നത് വരെയും സഞ്ചരിക്കുക എന്നത്. നമ്മൾ ഒന്നു മാത്രം എപ്പോഴും ഓർക്കണം, കാപ്പട്യമുള്ളതും കൗശലമുള്ളതും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കരുത്. തെളിമയുള്ളതും വിശുദ്ധിയുള്ളതും മാത്രം അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. 2, കുറ്റം പറയാതെയും സംശയമില്ലാതെയും ഉടമ്പടി ജീവിക്കുവാൻ നിരന്തരം ശ്രദ്ധ വയ്ക്കുക. എപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകുമോ അപ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത് അനുഭവിക്കുവാനാവും. നമ്മൾ ഉടമ്പടി പ്രകാരം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത്, എൻ്റെ ആത്മാവ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? തെറ്റിപ്പോയോ? ഇവിടെയാണോ വരേണ്ടിയിരുന്നത്? വേറെ എവിടെയെങ്കിലും പോകണമായിരുന്നോ? കാര്യം നടക്കത്തില്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഒന്നുകൂടി നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട്. ഉടമ്പടിയിലേക്ക് മടങ്ങി വരണം. ദൈവശരണത്തോടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം. സംശയത്തിൻ്റെതല്ല, അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട്, അനുഗ്രഹിക്കുവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അനുഗ്രഹം സുനിശ്ചിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ലിജോ, ഇതിൻ്റെ വൈഫ് സോഫി. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിലെ കോതനല്ലൂർ ഇടവകയിൽ നിന്നാണ്. മാതാവിൻ്റെ അനുഗ്രഹം വഴിയായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. 2010, 2018, 2023 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കലായപ്പോൾ എനിക്ക് ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ പോകാനും അവിടെ ചെന്ന് 1 മാസത്തിനുള്ളിൽ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ട് പോലും വൈഫിനെയും മോനെയും കൂടെ നിർത്താൻ പറ്റുന്ന ഒരു ജോലി ലഭിക്കുകയും ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിൽ എനിക്ക് ജോയിൻ ചെയ്യുകയും വേണം. ഞാനിപ്പോൾ കിട്ടിയ ജോലി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പ്രീ ഡിഗ്രി മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഇനി വൈഫിനുള്ള അനുഗ്രഹം വൈഫ് പറയും. ഞങ്ങളുടെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭവന നിർമ്മാണത്തിൻ്റെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു ഭവനം പുതുക്കി പണിയുക എന്നുള്ളത്. ഇതിനിടയിൽ എനിക്ക് 2021 എനിക്ക് ദുബായിൽ പോകാനുള്ള ചാൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഭവനം പുതുക്കി പണിയതിനെക്കുറിച്ച് തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളുടെ ഫിനാൻഷ്യലി ഞങ്ങൾ ബിഗ് സീറോ ആയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എന്നാലും നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എന്നുള്ളൊരിതിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പക്ഷേ ഞങ്ങളുടെ ഭവന നിർമ്മാണം ഒരു 9 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു 2 നില ഭവനം നൽകി അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനിടയിൽ ഓരോ ഘട്ടത്തിലും ഓരോ ധനസഹായങ്ങൾ ഓരോ നമ്മുടെ ബന്ധുക്കളിൽ നിന്നായിട്ടും അല്ലാതെയായിട്ടും എല്ലാം ഞങ്ങൾക്ക് ലഭിച്ചു. 9 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കയറി താമസിക്കാനുള്ള വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ കുറച്ച് കടബാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ഭവന നിർമ്മാണത്തിനായിട്ട് എടുത്തത്. എന്നാലും അത് ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ പയ്യെ നമുക്ക് ആ കടബാധ്യതകളെല്ലാം തീർന്ന് ഓൾമോസ്റ്റ് എല്ലാ കടബാധ്യതകളും ഇപ്പോൾ തീർക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഫിനാൻഷ്യലായിട്ട് ഒന്നുമില്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവും തിരുക്കുമാരനും വഴി ഞങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ്. ഞങ്ങളെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ അതിൽ നിയോഗം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു മോനാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഹസ്ബൻഡിന് ഒരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ദുബായിലായിരുന്നപ്പോൾ ഇവിടുന്ന് പത്രം വരുത്തുകയും അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഇവിടെ നാട്ടിലുള്ള സമയത്ത് പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയും അക്രൈസ്തവ മേഖലകളിലാണ് കൂടുതലായും കൊടുത്തുകൊണ്ടിരുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട്
തൊട്ടടുത്തുള്ള ഒരു വൃദ്ധസദനത്തിൽ പോവുകയും അവിടെ ക്ലീനിങ് ചെയ്യുകയും അവർക്ക് ഫുഡും മാസത്തിലൊരിക്കൽ ഫുഡ് കൊടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് ധനസഹായം നൽകുകയും പ്രത്യേകമായി ഒരു കുടുംബത്തിനെ ചെറിയ രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 73-ാം സങ്കീർത്തനം 28-ാം തിരുവചനം. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നാം ഏറ്റുപറയുന്നത് ദൈവാനുഭവങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങളുമാണ്. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള ആ വചനഭാഗം അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് നന്ദിയായിട്ടാണ് നാം അൾത്താരയിലേക്ക് കയറി വന്ന് പരിശുദ്ധ അമ്മ നിൽക്കുന്ന ഈ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് തന്നെ അമ്മയോട് ചേർന്ന് നിന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് നാം വചനത്തിന് സാക്ഷ്യം പറയാനായി നാം കയറി വരുന്നത്. ഇവിടെ ലിജോ മോൻ്റെയും സോഫിയുടെയും പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവർ ഒരു വലിയ സങ്കടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അവർക്ക് വീടില്ല, അവർക്ക് ജോലിയില്ല. പക്ഷേ ഉടമ്പടിയെടുത്ത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നെഞ്ചിൽ സമയഘടികാരം ചാർത്തിയ അമ്മ അവർക്ക് വളരെ പെട്ടെന്നാണ് ഒരു വീടും അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എല്ലാ സാധ്യതകളും നൽകി അനുഗ്രഹിച്ചത്. ലിജോ ഇവിടെ ഏറ്റുപറയുകയുണ്ടായി, ഞാനൊരു +2 പഠിച്ച മകനാണ്. എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഡോക്യുമെൻ്റ് കൺട്രോളറായി ജോലി ചെയ്യാനുള്ള യാതൊരു യോഗ്യതകളുമില്ല. പക്ഷേ എന്നെ ദൈവം ഒരു എയർലിഫ്റ്റിലൂടെ ഉയർത്തിയിരിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സംശയമില്ലാതെ ഏറ്റുപറയാവുന്ന, പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യമാണ്. 6 കൽഭരണികളിൽ നമുക്ക് വെള്ളം ധൈര്യമായി നിറയ്ക്കാം. അത് ഈശോ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ അത് നിറഞ്ഞു തുളുമ്പുന്ന വീര്യമുള്ള ഒരു വീഞ്ഞായി ഈശോ നമുക്ക് രൂപാന്തരപ്പെടുത്തി തരുമെന്നാണ് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ ഇന്ന് അൾത്താരയിൽ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സങ്കടങ്ങളെയും ഇന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രുചിക്ക് വേണ്ടി, ഒരു സ്വാദിനു വേണ്ടി, ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഈശോയെ ഒന്ന് പ്രതീക്ഷിക്കുവാൻ, ഈശോയെ ഒന്ന് ഈ അൾത്താരയിലേക്ക് കയറി വന്ന് ഈശോയ്ക്ക് സ്തുതി പറയുവാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ലിജോയുടെയും സോഫിയുടെയും ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ